നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. ലാ ഫബ്രീസിയ ലോകത്തെ ഏറ്റവും മികച്ച അക്കാഡമിയാണ്. റയലിന് ബുദ്ധിമുട്ടുണ്ടാകുമ്പോൾ സപ്പോർട്ട് ചെയ്യാൻ അവിടെ നിന്ന് താരങ്ങൾ വരുമെന്ന് പരിശീലക സ്ഥാനം ഏറ്റെടുത്ത ഉടനെ ആൽവാരോ ആർബിലോവ് പറഞ്ഞിരുന്നു. പലരും അതിനെ കളിയാക്കുന്നൊക്കെ പിന്നീട് നമ്മുടെ കമൻറ്റ് ബോക്സിലടക്കം കണ്ടിരുന്നു. കാരണം ലാ മാസിയ എന്ത് ചെയ്യുന്നു എന്നുള്ളത് എല്ലാവർക്കും അറിയാമല്ലോ. അപ്പോൾ അതിനോടൊക്കെ താൻ തുലനം ചെയ്യണോ ലാ ഫബ്രീസിയോയെ എന്ന് നമ്മളോട് പോലും ചോദിച്ചവരുണ്ട്. എന്നാൽ എൽച്ചയ്ക്കെതിരെയുള്ള ഈ കളിയിൽ റയലിൻ്റെ അക്കാഡമി താരങ്ങൾ പൊളിച്ചടുക്കി. ലാ ഫബ്രീസിയിലെ കുട്ടികൾ നിറഞ്ഞാടിയ ഒരു കളിയാണ് കടന്നു പോകുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ലാ ഫബ്രീസിയിലെ കോച്ചായിരുന്ന ആൽവാരോ ആർബിലോവ ഏറെ സന്തോഷത്തിലാണ്. അദ്ദേഹം കളി ജയിച്ച ശേഷം കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. അദ്ദേഹം പറയുന്നു, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം അക്കാഡമി പ്ലേയേഴ്സിനെ ടീമിലെടുക്കുക എന്നുള്ളത് തന്നെയാണ്. കാരണം അവർ ചെയ്യുന്നത്, അവർക്ക് റയൽ മാഡ്രിഡിൻ്റെ DNA എന്താണ് നന്നായിട്ട് അറിയാം. ആ DNA ഉള്ള താരങ്ങളാണ്. അവർ ടീമിന് തീർച്ചയായിട്ടും ഗുണം ചെയ്യും. ഇപ്പോൾ ഇന്നത്തെ ദിവസം എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ സന്തോഷവും അതുപോലെ തന്നെ അഭിമാനവും തോന്നുന്ന ദിവസമാണ്. ഞാൻ വളരെ ഹാപ്പിയാണ്. അവർ അക്കാഡമി പ്ലെയേഴ്സ് നല്ലൊരു ഗെയിമാണ് കളിച്ചത്. ഞാനത് ആസ്വദിക്കുകയും ചെയ്തു. ഈ ദിവസം ഓർമ്മിക്കാനുള്ളതാണ്. തീർച്ചയായിട്ടും ഇനി സമാധാനത്തോടെ മരിച്ചാൽ പോലും കുഴപ്പമില്ല എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അത് ആലങ്കാരികമായിട്ട് പറയുന്നതാണ്. എന്നിട്ട് അദ്ദേഹം പറയുന്നുണ്ട്, എനസും അഗ്വാഡയും ഒക്കെ ഞാൻ റയൽ മാഡ്രിഡിൽ എത്തിയപ്പോൾ, ഞാൻ അക്കാഡമി കോച്ചായി വന്ന സമയത്ത് ആദ്യം ട്രെയിൻ ചെയ്ത താരങ്ങളിൽ പെട്ടവരാണവർ. തീർച്ചയായിട്ടും ഇതൊരു സ്വപ്നമാണ്. ഇറ്റ്സ് എ ഫാൻറ്റാസ്റ്റിക് ന്യൂസ് ഫോർ ദി അക്കാഡമി എന്നുകൂടി ആൽവാരോ ആർബിലോവ പറയുന്നുണ്ട്. തീർച്ചയായിട്ടും ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം തന്നെയാണ്. അപ്പോൾ നമുക്കറിയാം ബാഴ്സക്കൊക്കെ പ്രതിസന്ധി ഒക്കെ ഉണ്ടാകുമ്പോൾ അവരെ സപ്പോർട്ട് ചെയ്ത് വരുന്നത് ലാമാസിയിലെ പിള്ളേരാണ്. അതുപോലെ ലാ ഫബ്രീസിയയിലെ പിള്ളേർ ഈ പരിക്കും പ്രശ്നങ്ങളും ഒക്കെ ആയിട്ട് റയൽ മാഡ്രിഡ് വലയുന്ന സമയത്ത് സ്റ്റെപ്പ് ഇൻ ചെയ്ത് മികച്ച പ്രകടനം നടത്തുന്നത് തീർച്ചയായിട്ടും അഭിനന്ദനം അർഹിക്കുന്ന ഒന്നാണ്. ഇവിടെ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വരാം.